ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന നമ്മുടെ ആനന്ദിനെ ബാലൻ ആശ്വസിപ്പിക്കുകയാണ്. അച്ഛൻ്റെ തണലിൽ തൻ്റെ ദുഃഖങ്ങളെല്ലാം കരഞ്ഞു തീർക്കുകയാണ് ആനന്ദ്. അവരിന്ന് ശാന്തമായി എന്ന് കണ്ടു കഴിയുമ്പം ബാലൻ പറയും, മോനെ നീ ദേവിമോളെ കയറിയൊന്ന് കാണണം എന്ന് പറയുമ്പം ആനന്ദ് ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ. നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട സങ്കടം നിനക്ക് ആവോളം ഉണ്ടെന്നും അറിയാം. പക്ഷേ അവളുടെ അവസ്ഥ കൂടി നമ്മൾ മാനിക്കണ്ടേ? ഇപ്പം തന്നെ 1-2 തവണ നിന്നെ കാണണമെന്ന് അവൾ ആഗ്രഹം പറഞ്ഞു. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അവളെ അടക്കി നിർത്തിയിരിക്കുന്നത്. അത്രയേറെ നിന്റെ സാമീപ്യം ദേവിമോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവൾ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാ. അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തുമാത്രം അവൾക്ക് തളർത്തി കാണുമെന്ന് നീ ഒന്ന് ചിന്തിക്ക്. നിനക്കുണ്ടായതിൻ്റെ 100 ഇരട്ടി വേദന അവൾക്കും ഉണ്ട് മോനെ. അത് നീ ഒന്ന് മനസ്സിലാക്കുക. അവളെ പോയി ഒന്ന് കാണ്. അവളുടെ മുന്നിൽ ഇങ്ങനെ തകർന്നു നിൽക്കാതെ ആശ്വാസ വാക്കുകൾ പറ. ബാലൻ ആനന്ദിനെ പറഞ്ഞ് മനസ്സിലാക്കൂട്ടോ. അച്ഛൻ എന്താ പറയുന്നത്? എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ദേവിയോളം ദുഃഖം എനിക്കില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? ഏയ്, അങ്ങനെയല്ല. നിനക്കും ഒരുപാട് ദുഃഖമുണ്ട്. നിന്റെ അവസ്ഥ ഞങ്ങൾ എല്ലാവരും കണ്ടതല്ലേ മോനെ. പക്ഷേ മാനസികമായും ശാരീരികമായും ദേവിമോൾ ആകെ തകർന്നിരിക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് കരകയറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ എന്ന് പറയാം. അച്ഛ, അവളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമായിരുന്നോ? അവൾ ശ്രദ്ധയില്ലാതെ നടന്നത് കൊണ്ടല്ലേ വീണത്. അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. എത്ര തവണ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ നടക്കരുത്, റൂമിൽ നിന്ന് ഇറങ്ങരുത് എന്നൊക്കെ. എന്നിട്ടിപ്പം കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയിട്ട് അവളെ എന്നെ കാണണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളത് എന്ന് ചോദിക്കാം. അപ്പം ആനന്ദിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറയാനും കഴിയാതെ ആകെ ബാലൻ വീർപ്പ് മുട്ടുകയാണ് കേട്ടോ. മോനെ, നീ ഇങ്ങനെയൊന്നും പറയരുത് അവളുടെ മുന്നിൽ വെച്ച്. ആരും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ലല്ലോ. ദേവിമോള് അറിയാതെ വീണു പോയതല്ലേ. അതിനവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് ഒന്നുകൂടി തകർന്നു പോവുകയുള്ളൂ. ഞങ്ങൾ ആരും അവളോട് ആശ്വാസവാക്ക് പറയുന്നതിനേക്കാൾ ഇപ്പം വേണ്ടത് നിന്റെ ആശ്വാസമാണ് അവൾക്ക്. നീ കൊടുക്കുന്ന കരുതലും സ്നേഹവും പരിഗണനയാ അവളിപ്പോൾ ആഗ്രഹിക്കുന്നത്. നീ ഒന്ന് റൂമിൽ പോയി കാണണം. ഇത് അച്ഛൻ നിന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് കണ്ടാൽ മതി എന്ന് പറയണേ കേട്ടോ. അപ്പം ബാലന്റെ നിർബന്ധം കാരണം നമ്മുടെ ദേവിയെ കാണാനായിട്ട് ആനന്ദ് തീരുമാനിക്കുകയാണേ. അതേസമയം കൃഷ്ണമംഗലത്ത് അലോക് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും അനുശ്രീനെ കൃഷ്ണമംഗലത്ത് എത്തിക്കണം. അതുമാത്രമാണ് അലോകിന്റെ ചിന്ത. അവൾ ഒരുത്തി കാരണമാണ് എന്നെ കൊല്ലാൻ പോലും ആ മീനാക്ഷി തുനിഞ്ഞത്. എല്ലാവർക്കുമുള്ള പ്രതികാരം ഞാൻ ചെയ്യും. അതിനാദ്യം വേണ്ടത് അനുശ്രീ അവൾ എൻ്റെ ഭാര്യയായിട്ട്, എൻ്റെ വേലക്കാരിയായിട്ട് ഈ കൃഷ്ണമംഗലത്തിൽ ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് രാജശ്രീ കടന്നു വരിക. രാജശ്രീ ചോദിക്കും, നിന്റെ ദേഷ്യവും ചാട്ടവും ഒക്കെ മാറിയോ എന്ന് ചോദിക്കാം. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി അല്ല ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അമ്മേ എന്ന് പറയാം. അതെനിക്ക് മനസ്സിലായി. അതെന്തോ ആവട്ടെ, അത് ദേവമംഗലത്തുകാരുമായിട്ട് ബന്ധപ്പെട്ടതുവാണെന്ന് മനസ്സിലായി. ഇനിയെങ്കിലും നീ എന്നോട് സത്യം പറ. നിന്റെ കൂടെ എല്ലാത്തിനും കണ്ണും പൂട്ടി നിൽക്കുന്നവളാ നിന്റെ അമ്മ. അത് നിനക്കറിയാലോ. ഇനിയാണെങ്കിലും നിന്റെ കൂടെ ഞാൻ നിൽക്കുള്ളൂ. അതിൽ നിനക്ക് ഒരു സംശയം ഇല്ലല്ലോ എന്ന് ചോദിക്കാം. എനിക്കറിയാം എൻ്റെ അമ്മയ്ക്ക് ഈ ലോകത്ത് ഞാൻ കഴിഞ്ഞിട്ടേ ആരും ഉള്ളെന്ന്. ഞാൻ എന്തു പറഞ്ഞാലും അതിനെല്ലാം ഒപ്പം നിൽക്കുന്ന ആളാ എൻ്റെ അമ്മയെന്നും എനിക്കറിയാം എന്ന് പറയാം കേട്ടോ. അത് നിനക്കറിയാലോ, എങ്കിൽ പിന്നെ നീ കാര്യം പറ ലോകെ എന്നും പറഞ്ഞ് രാജശ്രീ വീണ്ടും നിർബന്ധിക്കാം. അപ്പം പറയും, കാര്യങ്ങളെല്ലാം രാജശ്രീയോട് പറയണ്. കൃഷ്ണമംഗലത്ത് നിന്നും ദേവമംഗലത്തേക്ക് മതിൽ ചാടി എത്തുന്നതും അനുശ്രീയുടെ മുറിയിൽ അവളോട് മാപ്പ് ചോദിക്കുന്നതും തുടങ്ങി മീനാക്ഷി തലക്കടിക്കുന്ന കാര്യങ്ങൾ വരെയും പറയണം കേട്ടോ. ഓ, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ. നിന്നെ അവർ കൊല്ലാൻ നോക്കിയല്ലേടാ മോനെ. അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇത് പോലീസിൽ അറിയിക്കേണ്ട കേസാ എന്ന് പറയാം. അമ്മയൊന്ന് അടങ്ങ്. ഇപ്പം പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാലേ ആ ദേവിയില്ലേ, ആ ശ്രീദേവി, അവരെ ഉപദ്രവിച്ചതിന് ഞാനും എൻ്റെ പേരിലും കേസ് ഇവർ കൊടുക്കും എന്ന് പറയാം. വെറുതെ അല്ല, അവരെല്ലാവരും ഒരു വണ്ടിയിൽ പോകുന്ന ഞാൻ കണ്ടായിരുന്നു. ആ ഗോമതിയാണെ ആകെ ടെൻഷനിലുമായിരുന്നു. ഇന്ന് ആ ഗോമതി അപ്പച്ചിയെ തീർക്കാൻ എനിക്കൊരു അവസരം കിട്ടിയതാ. പക്ഷെ ആ മീനാക്ഷി അവളാ എല്ലാം നശിപ്പിച്ചത്. അവളെൻ്റെ തലക്കെട്ടടിച്ചു എന്ന് പറയാണ്. അവരെ ഒന്നും അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എടാ, നീ എന്ത് വിചാരിച്ച ഗോമതിയെ കൊല്ലാൻ നോക്കിയത്? അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവുമോ? അവളെ കൊന്ന കേസിൽ നീ ജയിലിൽ ആവുമല്ലേ ഉള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ ഞാനും നിന്റെ അച്ഛനും ജീവിച്ചിരിക്കുന്നതിൽ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ആ അവസ്ഥയിൽ ഞാൻ അതൊന്നും ചിന്തിച്ചില്ലമ്മേ എന്ന് പറയാണ്. അവർക്കെല്ലാവർക്കും ഉള്ള പ്രതികാരം എന്താണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അനുശ്രീ അവളെ എങ്ങനെയെങ്കിലും ഈ കൃഷ്ണമംഗലത്ത് എത്തിക്കണം. ഇനിയിപ്പം സ്നേഹത്തിൻ്റെ വഴി വന്നില്ലെങ്കിൽ ഭീഷണിയുടെ വഴിയിൽ അങ്ങനെ അവളെ ഇവിടെ എത്തിക്കാൻ നീ നോക്കണം എന്ന് പറയാണ് കേട്ടോ.
അത് കേൾക്കുമ്പോൾ അലോക് പറയും, അത് ഞാൻ ഉറപ്പിച്ച കാര്യം അമ്മേ. ഇത്രയും നാളും അവളുടെ മുന്നിൽ നല്ലവനായ കാമുകനായിട്ട് ഞാൻ തകർത്താടി. ഇനി അവൾ എൻ്റെ വഴിയിൽ വന്നില്ലെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തിയാണെങ്കിലും എൻ്റെ ഭാര്യയാക്കി ഇവിടെ കൊണ്ടുവരേണ്ടത് എൻ്റെ ആവശ്യമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദേവമംഗലത്തുള്ളവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടി അത്. അവരാരും അവരുടെ പ്രിയങ്കരിയായിട്ടുള്ള അനുമോളിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. ഇപ്പം ചെറിയ സംശയം തോന്നിയിട്ടുണ്ട് എന്ന് പറയാണ്. ആ സംശയം നമ്മൾ ആളി കത്തിക്കണം. അവള് ഇവിടെ വരണം, നിന്റെ ഭാര്യ ഈ വീട്ടിൽ. അങ്ങനെ ഒരു അവസ്ഥയിൽ അവളെ കൊണ്ട് എത്തിക്കണം. അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് ഈ അമ്മ നിന്റെ കൂടെ ഉണ്ടാവൂടാ എന്ന് പറയാണ്. അങ്ങനെ ഇപ്പം ദേവമംഗലത്തുകാര് നമ്മുടെ മുന്നിൽ ജയിച്ച് നിൽക്കണ്ട എന്ന് രാജശ്രീ പറയാം. അല്ലടാ, ആ ദേവി വയറിടിച്ച് വീണെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് അവക്ക് വല്ല സംഭവിച്ചോ? അത് കഴിഞ്ഞുള്ള കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ അമ്മേ. ബോധം കെട്ട് കിടക്കുമല്ലായിരുന്നോ? അവർക്കെന്തോ പറ്റി, അവരവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അവരെയും കൊണ്ട് ആശുപത്രി പോയതായിരിക്കും അമ്മ കണ്ടേ എന്ന് പറയാം. അത് ഉറപ്പല്ലേ? വയറിടിച്ച് വീണ സ്ഥിതിക്ക് ആ കൊച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ തന്നെ വേണം. അവർക്കൊക്കെ വലിയ അഹങ്കാരം. ആ ദേവി പ്രഗ്നൻ്റ് ആയ സന്തോഷത്തിന് പായസം എന്നെ കൊണ്ട് കുടിപ്പിച്ചതാ ഇവിടുത്തെ അമ്മ. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്കത് വിഷം പോലെയാ. ആ കുഞ്ഞ് ഇല്ലാണ്ടായാൽ അതോടുകൂടി അവരുടെ കുറേ അഹങ്കാരം തീരും. പിന്നെ അനുശ്രീ അവൾ ഇവിടെ വരുന്നതോടുകൂടി പൂർണ്ണമായിട്ടും ദേവമംഗലം തകരും എന്നൊക്കെ പറയണം കേട്ടോ. അതിന് നീ എന്ത് വേണേലും ചെയ്തോ എന്നും പറഞ്ഞ് രാജശ്രീ അവിടെ നിന്ന് പോവാം. അപ്പോൾ അലോകിൻ്റെ മനസ്സിൽ കുറച്ച് കൂടുതൽ ധൈര്യം വരികയാണ്. എങ്ങനെയും അനുശ്രീനെ ഒന്ന് ഫോൺ വിളിക്കണം, അവളുടെ നിലപാട് എന്താണെന്ന് അറിയണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അനുശ്രീനെ ഫോൺ വിളിക്കാൻ കേട്ടോ. അപ്പം അനുശ്രീ കോൾ അറ്റൻഡ് ചെയ്യുക. നീ എന്തിനാ വീണ്ടും വിളിച്ചത്? നിനക്ക് ഇവിടെ വരുത്തി കൂട്ടി വെച്ചതൊന്നും പോരെ അലോകെ എന്ന് ചോദിക്കാം. അവിടെ എന്നോട് ചെയ്ത കാര്യങ്ങൾ ഞാൻ മറന്നിട്ടില്ല എന്ന് പറയണ. മീനാക്ഷി ഉണ്ടല്ലോ നിന്റെ ഏടത്തി, അവളെന്നെ കൊല്ലാൻ നോക്കിയ കാര്യമൊന്നുമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവളുടെ എതിരെ ഒരു കേസ് ഞാൻ കൊടുത്താലുണ്ടല്ലോ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും എന്ന് അലോക് ചോദിക്കാം. അത് നീ എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ടല്ലേ? എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയപ്പോഴാ മീനു ചേച്ചി നിന്നെ തലക്കടിച്ചത്. അപ്പം ചോദിക്കും, അത് നിന്റെ മീനു ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? അതുപോലെ നിന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയതും എനിക്കും ഒരു അബദ്ധം പറ്റിയതാ. നിന്റെ പിന്നാലെ എത്ര തവണ ഞാൻ മാപ്പ് ചോദിച്ച് നടന്നു. നിനക്കപ്പോൾ എനിക്കൊന്ന് മാപ്പ് തരാൻ പോലും കഴിയില്ലായിരുന്നല്ലോ. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ കണ്ട പ്രശ്നമൊക്കെ ഉണ്ടായത്. എന്നെ നീ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. അലോകെ, വീണ്ടും നീ സ്വയം ന്യായീകരിച്ച് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. എൻ്റെ കുടുംബം മുഴുവനും കുട്ടിച്ചോറാക്കി മാറ്റിയിട്ട് നിനക്ക് എങ്ങനെ സാധിക്കുന്നടാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്ന് പറയാം. അത് കേൾക്കുമ്പം അലോകന് ദേഷ്യം വരിക. എന്നെ കൂടുതൽ ദേഷ്യപ്പെടുത്തിയാൽ നിനക്ക് തന്നെയാണോ നഷ്ടം? നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം ഇപ്പം തന്നെ നിന്റെ വീട്ടിലുള്ളവർക്കെല്ലാം സംശയമുണ്ട്. അവർ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിയുമ്പം ആദ്യം തന്നെ നിന്നെയായിരിക്കും ചോദ്യം ചെയ്യാൻ പോകുന്നത്. അതിനുള്ള മറുപടി നീ പറഞ്ഞാൽ മതി എന്ന് പറയാം. കൂടുതൽ കളിച്ചാൽ നിന്നെ അടക്കം നിന്റെ മീനാക്ഷി ചേച്ചി അടക്കം ഞാനുണ്ടല്ലോ കോടതി കയറ്റും, എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം പെട്ടെന്ന് നമ്മുടെ മീനു ഞെട്ടിപ്പോവുക. അവളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴുവാണേ. ഇതേ സമയം ആശുപത്രിയിൽ ആനന്ദ് ദേവിയെ കാണാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പം ബാലൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും ആനന്ദിന്റെ തലയിൽ പോലും കയറിയിട്ടില്ല. ദേവിയെ കാണുമ്പോൾ തന്നെ ദേവി വളരെ സന്തോഷത്തോടെ ആനന്ദേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. ഒരു കരുതലും സ്നേഹവും ഒക്കെയാണ് ദേവി പ്രതീക്ഷിച്ചത്. പക്ഷെ ദേവിയെ കാണുമ്പം ആനന്ദ് നല്ല ദേഷ്യമാണ് തോന്നുന്നത്. എന്നിട്ട് ദേവി പറയും, ആനന്ദേട്ടൻ്റെ അവസ്ഥ എനിക്കറിയാം. നമ്മുടെ കുഞ്ഞ് അത് പോയ ആനന്ദേട്ട, നമ്മൾ എന്തുമാത്രം സ്വപ്നം കണ്ടതാ എന്നും പറഞ്ഞ് ദേവി കരയാൻ തുടങ്ങുമ്പം ആനന്ദ് പറയും, അത് പോയി, അതിനെ കൊന്നതല്ലേടി നീ എന്ന് ആനന്ദ് ചോദിക്കാം. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ച് നടക്കണമെന്ന്. നീ എൻ്റെ വാക്ക് കേൾക്കാതെ ശ്രദ്ധിക്കാനിട്ടല്ലേ തെന്നി വീണത്. എന്നിട്ട് കുഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ നീ കള്ളക്കണ്ണീർ ഒഴുക്കുന്നോ എന്ന് പറയാം. ആനന്ദേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അത് നമ്മുടെ കുഞ്ഞല്ലേ ആനന്ദേട്ട, നമ്മൾ ഒരുമിച്ചല്ലേ അവനെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടത്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല ദേവി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടില്ലായിരുന്നു. നീ കുറച്ചും കൂടി ശ്രദ്ധയോടെ നോക്കിയാനെ. എന്നിട്ടിപ്പം കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കുന്നു. നിനക്ക് നിൻ്റെ കുടുംബത്തുള്ളവർക്കും പിന്നെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ നല്ല കഴിവാണല്ലോ. എന്നെ മണ്ടനാക്കാനും നല്ല മിടുക്കാണല്ലോ. ഇക്കാര്യത്തിലും നീ അതല്ലേടി ചെയ്യുന്നത്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു സ്നേഹവും ഉണ്ടായിരുന്നില്ല. നിനക്ക് അതിനെ വേണ്ടായിരുന്നെങ്കിൽ അതിനെ പ്രസവിച്ച് എൻ്റെ കൈ തന്നിട്ട് നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ആനന്ദം ഒന്നും ചിന്തിക്കാതെ പറയൂട്ടോ. അത് കേൾക്കുമ്പം ദേവി പൊട്ടിക്കരയുക. ആനന്ദേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? അത് നമ്മുടെ കുഞ്ഞായിരുന്നില്ലേ ആനന്ദേട്ട? നമ്മൾ ഒരുമിച്ച് എന്ത് സ്വപ്നങ്ങൾ കണ്ടതാ. ഞാൻ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കൂന്നാണോ ആനന്ദേട്ടൻ പറയുന്നത്? അറിയാതെ വീണ് പോയതല്ലേ ആനന്ദേട്ട, അല്ലാതെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ആനന്ദേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് ദേവി പൊട്ടിക്കരയുക. അത് കേൾക്കുമ്പോൾ ആനന്ദ് പറയും, നിർത്തടി ഇതിൻ്റെ കരച്ചിൽ. നിന്റെ കള്ളക്കണ്ണീരിലൊന്നും ഈ ആനന്ദ് ഇനി വീഴില്ല. എനിക്ക് നിന്നെ കാണണ്ട. എൻ്റെ കുഞ്ഞിനെ കൊന്ന കൊലപാതകയാ നീ എന്നൊക്കെ പറയണം കേട്ടോ.
അപ്പം ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്ന കേൾക്കുമ്പം പുറത്തു നിന്ന ബാലനും ഗോമതിയും അകത്തേക്ക് കയറി വരിക. ദേവിയോട് ദേഷ്യപ്പെടുന്ന കാണുമ്പം ആനന്ദിൻ്റെ ഒരു വിധത്തിൽ അവരവിടുന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ദേവി അവിടെ നിന്ന് പൊട്ടിക്കരയുക. അപ്പോൾ ഗോമതി അടുത്തേക്ക് വന്ന് പറയും, മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ മോളെ, ആനന്ദേട്ടൻ പറയുന്ന കേട്ടില്ലേ അമ്മേ, ഞാൻ മനഃപൂർവ്വം ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നതാണെന്ന്, എനിക്കതിന് സാധിക്കുമോ അമ്മേ എന്നും ചോദിച്ച് കരയാ. എനിക്കറിയാലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മോളെ സത്യാവസ്ഥ, നീ എന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ പിടിച്ചു മാറ്റാനായിട്ട് നോക്കിയത്, പക്ഷെ അതിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. മോൾ അവനോട് ക്ഷമിക്കുക, അവൻ്റെ മാനസികാവസ്ഥ കൊണ്ടാണ്, അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം കേട്ടോ. അവൻ പഴയ ആനന്ദായിട്ട് നിൻ്റെ അടുത്തേക്ക് വരും, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, മോൾ സമാധാനപ്പെടുക, ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, ഞങ്ങളെല്ലാവരും മോളുടെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ദേവി ആകെ തകർന്നു പോയി. ആനന്ദിൻ്റെ വാക്കുകൾ, ആനന്ദിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആശ്വാസവാക്ക് പോലും കിട്ടാതെ ഈ രീതിയിലുള്ള പ്രതികരണം ദേവി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ബാലൻ ആനന്ദിനെ വഴക്കു പറയും, നീ എന്തൊക്കെയാണ് ദേവിമോളോട് പറഞ്ഞത്, അവളുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കാം. എനിക്ക് അവളെ കാണണ്ടച്ച, അവളെ കാണുമ്പം എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതാ എനിക്ക് ഓർമ്മ വരുന്നത്, അവൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്ന് ചോദിക്കാം. എടാ, അത് അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ, അവൾ തെന്നി വീണു, അതിപ്പം ആർക്കായാലും സംഭവിക്കുന്ന കാര്യമല്ലേ മോനെ, ഈ സാഹചര്യത്തിൽ അവളോട് ഈ രീതിയിലൊക്കെ സംസാരിച്ചാൽ അവൾ ചിലപ്പം സൂയിസൈഡ് പോലും ചെയ്യും, ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്, അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ആരും സംസാരിക്കാൻ പാടില്ലെന്ന്, നമുക്ക് ദേവിമോളെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ആനന്ദ് ഞെട്ടി ബാലനെ നോക്കുകയാണ് കേട്ടോ. ആ ഒരു കാര്യം ആനന്ദിന് അറിയത്തില്ലായിരുന്നു, ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും. പെട്ടെന്ന് ആനന്ദ് അവിടെ നിന്ന് കൊണ്ട് എഴുന്നേറ്റ് പോവാം. അപ്പോൾ ഗോമതി പുറത്തേക്ക് വരികയാണ്. ബാലേട്ട, നമ്മുടെ മക്കളുടെ അവസ്ഥ കണ്ടോ ബാലേട്ട, നമ്മുടെ മോൻ ആകെ തകർന്നു പോയി, ഇപ്പം ദേവിമോളോട് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്, ആ കുട്ടി പാവം, ചെയ്യാത്ത തെറ്റും അതിന് തലയിലായില്ലേ എന്ന് പറയാം. നമ്മുടെ മോൾ ഒറ്റ ഒരുത്തി കാരണോ ഗോമതി ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, കൃഷ്ണമംഗലത്ത് കിടന്ന അലോക് എങ്ങനെ അവളുടെ റൂമിൽ തന്നെ കയറി, അവൾ എന്നെ ചതിക്കുമായിരുന്നു എന്ന് പറയാം. അപ്പം ഗോമതി എന്തു പറയണമെന്നറിയാതെ തലയും കുരിച്ച് നിൽക്കുകയാണ്. അവളുടെ കാര്യത്തിൽ നിനക്ക് കുറച്ചും കൂടി ശ്രദ്ധ വേണ്ടതായിരുന്നു, അല്ല എനിക്കും തെറ്റു പറ്റിയിട്ടുണ്ട്, ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇപ്പൊ ആരെ ഇത് അറിയിച്ചിട്ടില്ല, ഒരു തെറ്റും ചെയ്യാത്ത പാവ ദേവിമോള് ഇപ്പൊ ആനന്ദിന്റെ പോലെ ശത്രുവായി മാറി, ഇതൊന്നും ഞാൻ വെച്ചു പൊറപ്പിക്കില്ല എന്നും പറഞ്ഞ് ബാലൻ അങ്ങ് ദേഷ്യപ്പെടുമ്പം ഗോമതി പറയും, ബാലേട്ട സത്യങ്ങൾ ഇപ്പം ദയവ് ചെയ്ത് ആനന്ദിനെ അറിയിക്കല്ലേ, അവന്റെ സ്വഭാവത്തിന് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, വേണേ കൃഷ്ണമംഗലത്ത് കയറി ആ അലോകിനെ എന്തെങ്കിലും ചെയ്യും ബാലേട്ട, നമ്മുടെ കുടുംബം തകർക്കാതെ നോക്കണമെങ്കിൽ ഇക്കാര്യം നമ്മുടെ മക്കളിൽ നിന്ന് മറച്ചു പിടിക്കണം എന്നും പറഞ്ഞ് ബാലനെ ഗോമതി ഒരു വിധത്തിൽ നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും